പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇസ്രയേലിലേക്ക് തിരിക്കും. ഇസ്രയേലിലേക്ക് പുറപ്പെടുന്ന മോദിക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. കൂടാതെ ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ബഹുമതി കൂടി ഈ സന്ദർശനത്തിലൂടെ നരേന്ദ്രമോദിക്ക് സ്വന്തമാകും. സൈനിക വ്യാപാര മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീകാന്ത്, ഏറെ ചരിത്രപരമായ നിമിഷം കൂടിയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബഡാ ദോസ്ത് തന്നെയാണ് ഇസ്രയേൽ. ഇപ്പോഴിതാ മറ്റൊരു ചരിത്ര നിമിഷത്തിനും കൂടിയാണ് ഭാരതം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതായത് ഇസ്രയേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ ബഹുമതി സ്വന്തമാക്കുന്നതിനോടൊപ്പം മറ്റെന്തൊക്കെ ചരിത്രപരമായ ചർച്ചകൾക്ക് കൂടിയാകും ഇസ്രയേലും ഭാരതവും ചർച്ച ചെയ്യുക? അശ്വതി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. 9 മണിക്ക് അദ്ദേഹം ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി അവിടെ സ്വീകരിക്കും. ബെഞ്ചമിൻ നെതന്യാഹുവുമായി മോദി ചർച്ച നടത്തും. ഇസ്രയേൽ പാർലമെന്റിനെ പ്രധാനമന്ത്രി ഇന്ന് രാത്രി 8 മണിക്കാണ് അഭിസംബോധന ചെയ്യുന്നത്. അതൊരു ചരിത്ര നിമിഷം. അശ്വതി ചൂണ്ടിക്കാണിച്ചതുപോലെ അതൊരു ചരിത്ര നിമിഷമാണ്. നാളെ 2 രാജ്യങ്ങൾക്കുമിടയിൽ ഉഭയകക്ഷി ചർച്ച നടക്കും. സൈനിക വ്യാപാര മേഖലകളിലെ സഹകരണത്തിനുള്ള കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും എന്നും മനസ്സിലാക്കുന്നു. ഇപ്പോഴത്തെ മാറിയ ലോകക്രമം അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും നിലവിലുള്ള സുഹൃത്ത് ബന്ധം ദൃഢമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നുണ്ട്. ചുറ്റിനും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുഖകരമല്ലാത്ത അയൽവാസികളാണ് ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ നമുക്ക് ചുറ്റും. ഇന്ത്യയുടെ പതനം ആഗ്രഹിച്ച് തന്നെ രംഗത്തുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സൈനികമായ ശക്തി ഇന്ത്യ നേടിയെടുക്കേണ്ടതുണ്ട്. അത് കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ വ്യാപാര മേഖലകളിൽ ഈ ഇടയ്ക്ക് അമേരിക്ക ട്രംപിന്റെ നേതൃത്വത്തിൽ നമുക്കെതിരെ വലിയ ടാരിഫ് കൊണ്ടുവന്നിരുന്നു. വിപുലമായ വിപണി കണ്ടെത്തുക എന്നുള്ള ദൗത്യം ഇന്ത്യ അന്നു മുതൽ ആരംഭിച്ചതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള വ്യാപാര കരാറുകളും ചർച്ചയാകും. ഇന്ത്യയെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചും ഈ കൂടിക്കാഴ്ച നിർണായകമാണ്. ശരി ശ്രീകാന്ത്, അത് തന്നെയാണ്. ലോകം ഉറ്റുനോക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിലേക്ക് എത്തുന്നു. 2 ദിവസത്തെ നിർണായക സന്ദർശനം കൂടിയാണ്. ഒപ്പം ചരിത്രപരമായ ചില ബഹുമതികൾ കൂടി ഭാരതം സ്വന്തമാക്കുന്നു. കാരണം ആദ്യമായാണ് ഇസ്രയേൽ പാർലമെന്റിനെ ഒരു ഭാരതത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.